ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എജ്യൂസ് അക്കാഡമി ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതായത് അധികം ആരും അറിയാൻ ചാൻസ് ഇല്ലാത്ത ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. BEML 2025 ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വരുന്ന BEML എന്ന് പറയുന്ന ഒരു മൾട്ടി ടെക്നോളജി കമ്പനീന്റെ ബേസിസിലുള്ള ചില പോസ്റ്റുകളാണ്. അത് സ്റ്റാഫ് നഴ്സ് ആൻഡ് ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാനും ചില ഇൻഫോർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് BEML, എത്ര വേക്കൻസി ഉണ്ട്, എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് അതിന്റെ പേ സ്കെയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഓൾറെഡി പറഞ്ഞു, ഒരു സെൻട്രൽ ഗവൺമെന്റ്, അതായത് നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു മൾട്ടി ടെക്നോളജി കമ്പനിയാണ് BEML. ഓക്കെ, അപ്പോ അതായത് ഇവർ മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് മൈസൂർ, ബാംഗ്ലൂർ, KGF, പാലക്കാട് കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ ഇവരുടെ ബേസിസിൽ ഈ ഒരു മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ ഈ BEML ഹോസ്പിറ്റൽസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഹോസ്പിറ്റൽസിലേക്കുള്ള ഫാർമസിസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. സോ ഇതാണ് അതിന്റെ കാറ്റഗറി നമ്പർ, അഡ്വർടൈസ്മെന്റ് നമ്പർ KPS 2025. പക്ഷെ നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അതായത് ഈ സെപ്റ്റംബർ 12, 2025 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ പേ സ്കെയിൽ എത്രയാണ്? 16,900 to 60,650 ആണ് ഇതിന്റെ പേ സ്കെയിൽ വന്നിട്ടുള്ളത്. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇത് ബേസിക് പേ സ്കെയിൽ ആണ് പറഞ്ഞിട്ടുള്ളത്. 60+ എന്തായാലും കിട്ടുന്നതായിരിക്കും. പക്ഷേ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, 2 ഇയർ കോൺട്രാക്ട് ആണ്. ഫസ്റ്റ് ഇയർ നമുക്ക് 20K അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയർലി അതിനടുത്ത് വരുന്ന ഒരു സാലറി ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുക. സെക്കൻഡ് ഇയറിൽ 25 or 23+ ആയിരിക്കും. അത് കോൺട്രാക്ടിന്റെ ബേസിലാണ്. ആ ഒരു 2 ഇയർ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 60+, അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സാലറി പാക്കേജ് ആണ്. അതും സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റും കൂടി ആയതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു പോസ്റ്റ് ആണ്. സോ അതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഗോൾഡൻ സാലറി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം? +2 സയൻസ് കഴിഞ്ഞവർക്കും, അതുപോലെ ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ ബാച്ചിലർ ഇൻ ഫാർമസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മസ്റ്റ് ആയിട്ടും പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് നിങ്ങൾ പറ്റുന്നവരൊക്കെ സ്പീഡിൽ അപ്ലൈ ചെയ്യുക. 200 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. സോ മാക്സിമം സ്പീഡിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിലുള്ളവര് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ ഫാർമസി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ 18നും 29 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC-കാർക്ക് ഒരു 3 ഇയർ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC/ST-കാർക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കുറെ എക്സാംസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ഈ എക്സാംസിനെ പറ്റിയിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ നോക്കിയിരിക്കുക. എന്നാലാണ് ഏതൊക്കെ എക്സാംസ് ഏതൊക്കെ ടൈമിലാണ് വരുന്നതെന്നുള്ളത് നമുക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഓർക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങള്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് ഇതിന് വേണം. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ എക്സാമിന് ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യേണ്ട ആ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് www.bemelindia.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ കയറുകയാണെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് സെക്ഷനിൽ കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ അതിൽ കാണാൻ പറ്റും. അതില് ഉള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ബാക്കി ഫുൾ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 10th മാർക്ക് ലിസ്റ്റ്, +2 മാർക്ക് ലിസ്റ്റ്, നമ്മളൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ അതിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ലിസ്റ്റ്, പിന്നെ നമ്മുടെ ID, either ആധാർ അല്ലെങ്കിൽ വോട്ടർ ID, പാൻ കാർഡ് എന്ത് വേണമെങ്കിലും ആവാം, ID പ്രൂഫ് വേണം. പിന്നെ അതുപോലെ OBC കാറ്റഗറി ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ റിസർവേഷൻ വേണ്ട ആൾക്കാരാണെങ്കിൽ അവരുടെ
അവരുടെ റിസർവേഷൻ പ്രൂഫ്, അതായത് നമുക്കറിയാം നോൺ ക്രീമി ലെയർ, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അപ്ലൈ ചെയ്യുക. ജനറലുകാർക്ക് ഇതിനൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ മാർക്ക് ലിസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, അതിൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്, റിമൈനിങ് 60 ക്വസ്റ്റ്യൻസ് ആണ് ഫാർമസി റിലേറ്റഡ്. ഇപ്പൊ നമ്മൾ ഫാർമസിസ്റ്റ് പോസ്റ്റ് ആയതുകൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ നോളജ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ നമ്മുടെ ഡിപ്ലോമ ഇൻ ഫാർമസി ബേസ്ഡ് സിലബസ് ആയിരിക്കും. അതായത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാർമസി നോളജ് മെഷർ ചെയ്യാനുള്ള ഒരു 60 ക്വസ്റ്റ്യൻസ്. സോ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്ക് പ്ലസ് പോയിന്റും അതുപോലെ നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്രൈറ്റീരിയാസ് ഫുള്ള് പാസ് ഔട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം എന്തുകൊണ്ടും നല്ലൊരു പോസ്റ്റ് ആണ്. ഡിഫൻസ് മിനിസ്ട്രീന്റെ കീഴിൽ വരുന്ന BML അകത്തുള്ള ഫാർമസിസ്റ്റ് പോസ്റ്റ് ആണ്. സോ നല്ലൊരു പോസ്റ്റ് ആണ്. പിന്നെ കേരളത്തിൽ തന്നെ പാലക്കാട് പോസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പാലക്കാട്. അതുപോലെ കർണാടക ബേസ് ബാംഗ്ലൂർ, മൈസൂർ, KGF, അതല്ലാണ്ട് നമ്മുടെ കേരളത്തിലുള്ള പാലക്കാട്. അപ്പൊ ഈ 4 സ്ഥലത്തായിട്ടായിരിക്കും പോസ്റ്റിംഗ് വരിക. സോ റിട്ടൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ്, 20 ജനറൽ അവയർനെസ്, 20 ഇംഗ്ലീഷ് ആൻഡ് reasoning and remaining 60 questions from pharmacy. Okay, പിന്നെ +1 മാർക്ക് ആണ്. കറക്റ്റ് ആവുകയാണെങ്കിൽ, തെറ്റി പോവുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ BMLന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൺഡേ ക്ലാസ്സസ് നമ്മൾ ഒറ്റയടിക്ക് നമ്മളെല്ലാം ലൈക്ക് ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന അല്ലാണ്ട് ഫുൾ ക്ലാസ്സസ് ഒറ്റ പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഡെയിലി റിവിഷൻസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു പോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ ഈ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നവര് തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ പറയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിനകത്ത് വരുന്ന, നമുക്കറിയാം അല്ലെ, ഡിഫൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ ആ ഒരു മിനിസ്ട്രീന്റെ അണ്ടറിൽ വരുന്ന BEML എന്ന് പറയുന്ന ആ ഒരു മൾട്ടി ടെക്നോളജി കമ്പനീന്റെ ഹോസ്പിറ്റൽസിലേക്കുള്ള ഫാർമസിസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെ പറയാണ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾക്ക് ഈ കോമൺ ആയിട്ടുള്ള RRB, കേരള PSC, അല്ലെങ്കിൽ എയിംസ്, ജിപ്മർ, അങ്ങനെയുള്ള ജനറൽ ആയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും നമുക്കെല്ലാം ചിലപ്പോൾ അറിയാൻ പാടുണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കുറെ ഗോൾഡൻ എക്സാംസും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. സോ എല്ലാം അപ്ഡേറ്റ് ലൈക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. ഈ എക്സാമിന് എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയാസ് ഫുള്ള് പറ്റുന്ന ആളാണെങ്കിൽ, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് കയറാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, കേരളത്തിലെ പാലക്കാട് തന്നെ പോസ്റ്റിംഗ് ഉണ്ട്, ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. 60+ ആണ് സാലറി ഉണ്ടാവുക. നല്ലൊരു സാലറി പാക്കേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായിട്ട് എജ്യൂസ് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ആണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, എനിവേ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.